ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ഒന്നാന്തരം വട്ടയപ്പമാണ് ഇത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ ഒന്ന് അറിയിച്ചാൽ ഒരുപാട് സന്തോഷം. ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരിയാണ്. സാധാരണ പച്ചരി. അത് ഒരു 10 മണിക്കൂർ വെള്ളത്തിലിടണം കേട്ടോ. അത് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് അത് ഒരു ടിപ്പാണ്. പിന്നെ ചെയ്തിരിക്കുന്നത്, ആ പച്ചരി ഇടുമ്പം തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചവ്വരിയും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. 10 മണിക്കൂർ ഇട്ടില്ലെങ്കിലും ഒരു 7-8 മണിക്കൂറെങ്കിലും ഇട്ടിട്ട് അത് നന്നായിട്ട് കുതിർത്ത് നന്നായിട്ട് അത് 2-3 പ്രാവശ്യം കഴുകണം. ചവ്വരി പച്ചരി നന്നായിട്ട് കഴുകിയിട്ടാണ് 2-3 പ്രാവശ്യം കഴുകിയിട്ടാണ് കുതിർക്കാനിട്ടത്. എന്നാലും ഇത്രയും നേരം കുതിർന്ന് കിടന്നതല്ലേ, അപ്പം വൃത്തിയായിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്കത് അരയ്ക്കാനെടുക്കാമേ. ഇപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കിയ പച്ചരി മിക്സിയുടെ വലിയ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കപ്പി കാച്ചിയാണ് ഉണ്ടാക്കുന്നത് ഈ വട്ടയപ്പം. ഇപ്പം അരി മുഴുവൻ ഇട്ട് കൊടുത്തു. ഇനിയും അതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ചവ്വരിയാണ്. നമ്മൾ കുതിർത്ത് വെച്ച ചവ്വരി ഉണ്ടല്ലോ, അത് ഇച്ചിരി പോലും വേസ്റ്റ് ആവാതെ ഇട്ട് കൊടുക്കണം. പിന്നെ വട്ടയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. അവൽ എടുത്തിരിക്കുന്നത് 1/2 കപ്പാണ്. അത് നേരത്തെ കുതിർത്ത് വെക്കേണ്ട കാര്യമില്ല. അപ്പം തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് 2-3 പ്രാവശ്യം, പക്ഷേ അത് വൃത്തിയായിട്ട് നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ അതിനൊരു വല്ലാത്തൊരു മണമുണ്ടാകും. അതുകൊണ്ട് 2-3 പ്രാവശ്യം കഴുകുമ്പോഴേക്ക് 2-3 പ്രാവശ്യം കഴുകുമ്പോഴേക്ക് തന്നെ ഇതുപോലെ അങ്ങ് വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകുന്നത്. അതും അതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനിയും ഇപ്പം ചേർത്തത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാൻ ചേർത്തത് 3/4 കപ്പാണ്. 1 കപ്പ് വേണമെന്നുണ്ടെങ്കിലും ചേർക്കാം, നല്ല മധുരം വേണ്ടവർക്ക്. ഇപ്പം അതിലോട്ട് ചേർത്തിരിക്കുന്നത് തേങ്ങാ ചിരകിയതാണ്. 1/4 കപ്പാണ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ചേർത്തത് ഉപ്പാണ്. ഉപ്പ് 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ. പിന്നെ അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അരയ്ക്കാനായിട്ട് ആവശ്യത്തിന് എടുത്തത് 1 കപ്പാണ് മൊത്തം എടുക്കുന്നത്. ആദ്യം എടുത്തത് 1/2 കപ്പിൻ്റെ അളവ് കപ്പും, പിന്നെ 1/4 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിൽ 2 പ്രാവശ്യവുമാണ് ഒഴിച്ചത്. അപ്പം മൊത്തം 1 കപ്പാണ് ആദ്യം ഒഴിച്ചിരിക്കുന്നത്. കൃത്യം ഈ അളവ് പാലിച്ചാൽ നിങ്ങൾക്ക് ഒന്നാന്തരമായിട്ട് വട്ടയപ്പം ഉണ്ടാക്കാം. ഇതിപ്പോൾ ചെറുതായിട്ട് തരിയായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ ആകുമൊന്നും വേണ്ട കേട്ടോ. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആ 2 ടേബിൾ സ്പൂൺ മാവിലോട്ട് നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കപ്പി കാച്ചുകയാണ്. അത് സ്റ്റൗവിൽ വെച്ച് അത് ഓണാക്കി കഴിഞ്ഞിട്ട് മാവ് ചേർക്കുകയോ വെള്ളം ഒഴിക്കുകയോ ഒന്നും ചെയ്യരുത്. ആദ്യം നമ്മുടെ കപ്പി കാച്ചാനുള്ള മാവും വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടേ സ്റ്റൗ കത്തിക്കാവുള്ളൂ. കാരണം നിങ്ങൾക്കറിയാമല്ലോ, സ്റ്റൗ ഓണാക്കിയിട്ട് അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി പെട്ടെന്ന് അങ്ങ് വെന്തു പോകും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കപ്പി കാച്ചി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഒരുപാടങ്ങ് കട്ടിയായിട്ട് കപ്പി കാച്ചുമൊന്നും വേണ്ട, കാരണം നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം പാകമായിട്ടുണ്ട്. ഈ ഒരു അയവിന് എടുത്തേച്ചാൽ മതി. ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കട്ടിയാകുമെന്നറിയാമല്ലോ. അത് ഫുള്ളായിട്ട് തണുത്തിട്ട് ഒരു ചെറിയ ചൂട് പോലും ഇല്ലാതെ വേണം നമ്മൾ നേരത്തെ അരച്ച ഒരു മാവിലോട്ട് ചേർക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. ഈസ്റ്റ് ഒന്നും നമ്മൾ ചേർത്തില്ലല്ലോ. ഇപ്പം കപ്പി കാച്ചിയതെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതെടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഏലക്കാപ്പൊടി ഇടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നല്ല ഒരു ഫ്ലേവറും നല്ലൊരു മണവും കിട്ടും ഏലക്കാപ്പൊടി ഇടുമ്പോൾ. ഇപ്പം അതിലോട്ട് ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചമ്പാവരിയുടെ ചോറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇപ്പം ചേർക്കുന്നത് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. അത് 1/4 ടീസ്പൂണും 1/4 ടീസ്പൂണിൻ്റെ പകുതിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈസ്റ്റ് കുഞ്ഞ് തരിയുള്ള ഈസ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് അരഞ്ഞ് വെണ്ണ പോലെ അങ്ങ് ആവേണ്ട കാര്യമില്ല, അങ്ങ് പേസ്റ്റ് പോലെ. ഇത് ചെറിയ തരി ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വളരെ ചെറുതായിട്ട് തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മിക്സിയിലെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തതാണെന്നുണ്ടെങ്കിലും പുറത്തെടുത്ത് ബൗളിലോട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കാരണം നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമുക്കിത് ഇളക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫെർമെൻറ്റ് ചെയ്ത് വന്നതിൻ്റെ ആ ബബിൾസ് എല്ലാം പോകും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടത്തില്ല. ഇപ്പോൾ സൈഡെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വടിച്ച് ക്ലീൻ ആക്കിയിട്ട് നമ്മളൊരു പാത്രം കൊണ്ട് മൂടി വെച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പം നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം, ഒരു തവിയിൽ കോരി കാണിക്കാം. ഇപ്പം ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവുകയാണ്. നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവാം. അതിൻ്റെ മൂലകളിലൊക്കെ നന്നായിട്ട് തടവണം. ആവശ്യത്തിൽ കൂടുതൽ നെയ്യായി പോകരുത്.
കറക്റ്റായിട്ട് എല്ലായിടത്തും മയമായി എന്നുള്ള ഒരു ഉറപ്പ് മതി, പ്രത്യേകിച്ച് ആ മൂലകളിൽ. ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടല്ലോ നിങ്ങൾ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ തവി കൊണ്ട് ഒന്ന് കോരി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുമാത്രം ബബിൾസ് ഉണ്ട് അതിലെന്ന്. അതിൽ നിന്ന് ആ തവീൻ്റെ പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഈ ഒരു ഇത്രയും ബബിൾസായി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നല്ല ഒന്നാന്തരമായിട്ട് വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും ടേസ്റ്റ്. പിന്നെ നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ പോലെ ഇരിക്കും. തേങ്ങയും ഈസ്റ്റ്, പഞ്ചസാര, ഏലക്കാപ്പൊടി അങ്ങനെയെല്ലാം ചേർക്കുമ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഞാൻ ആ പത കളയാതെ നമ്മൾ പിന്നെ ഇളക്കുന്നേ ഇല്ല. തലേന്ന് ഒഴിച്ച് വെച്ചിട്ട് ആ ഫെർമെൻറ്റ് ചെയ്തത് മേളിൽ നിന്ന് നമ്മൾ കോരി എടുക്കുകയാണ്. ഇപ്പം ഞാൻ നേരത്തെ നമ്മുടെ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആവി വരാനായിട്ട് വെച്ചിരുന്നു. ഇപ്പം ആ തട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക്, നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അടച്ച് ഒരു 15 മിനിറ്റ് വെക്കണം. നമുക്കതിനകത്ത് റേസിൻസോ കാഷ്യൂ നട്ട്സോ വല്ലതും റോസ്റ്റ് ചെയ്ത് ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1-1.5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളതൊന്ന് തുറന്ന് പെട്ടെന്ന് അതിട്ടിട്ട് വീണ്ടും അടയ്ക്കണം. പിന്നെ ഒരു 13 മിനിറ്റ് 14 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾ ചെക്ക് ചെയ്താൽ കറക്റ്റായിട്ട് അത് വെന്തിട്ടുണ്ടാവും. വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വല്ലതും ഇട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ദേ കണ്ടല്ലോ, അതിലൊന്നും ഒട്ടും പറ്റിപ്പിടിച്ച് വന്നിട്ടില്ല. ആദ്യത്തെ വട്ടയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. റെഡി ആയിട്ട് വന്ന വട്ടയപ്പം ഇത്രയും ക്ലോസപ്പായിട്ട് കാണിക്കുന്നത് മുകളിലത്തെ ആ ഹോൾസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അത് എന്തുമാത്രം സോഫ്റ്റാണ്. അത് പൊങ്ങി അങ്ങോട്ട് വന്നിട്ട് താന്നു പോയിട്ടും ഒന്നുമില്ല വട്ടയപ്പം. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിരുന്നു. നിങ്ങളെ ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ടും അത് കാണിക്കാം. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ പാത്രവും അതുപോലെ തന്നെയുള്ള അതൊരു ചോറ് പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചോറ് പാത്രമോ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. അലൂമിനിയം ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, എണ്ണ തടവണമെന്നുള്ളതേ ഉള്ളൂ, ഏതാണെന്നുണ്ടെങ്കിലും. ഇപ്പം രണ്ടാമത് എടുത്തതിനകത്ത് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് റേസിൻസും കൂടി ഇടുന്നുണ്ട്. എല്ലാവർക്കും റേസിൻസ് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് 2 പാത്രത്തിലായിട്ട് കുറച്ച് റേസിൻസും കൂടി എടുക്കുന്നുണ്ട്. ഇപ്പം രണ്ടാമത്തേതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്ക്യൂറിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ട് എടുക്കാം. ഇതും നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ട്. കറക്റ്റ് എല്ലാം കൂടി ഒരു 15 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ. പിന്നെ 15 മിനിറ്റ് എനിക്കെന്ന് പറഞ്ഞാലും നിങ്ങൾ ഏത് തീയിലാണ് വെക്കുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ ഓരോ വട്ടയപ്പവും വെക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 4 മിനിറ്റ് റേസിൻസ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റും കൂടെ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലാക്കും. ലോയുടെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്കാക്കും. തീരെ ലോയുമല്ല, മീഡിയം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ലോയുടെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 13 മിനിറ്റും കൂടെ ഞാൻ വെക്കുമ്പോഴാണ് എനിക്ക് കറക്റ്റ് ആവുന്നത്. അത് ചിലപ്പോൾ ഒരു 11 മിനിറ്റ്, ചിലപ്പോൾ 12 മിനിറ്റ്, അങ്ങനെ മാറിയിരിക്കും. അപ്പം നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ 3 വട്ടയപ്പവും റെഡി ആയിട്ടുണ്ട്. നമ്മൾ മേളിൽ നിന്ന് ഈ പത കോരി എടുക്കുന്നത് കൊണ്ട് തന്നെ അടിയിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടുതലായിട്ട് കിടക്കും. അതുപോലും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. മറ്റേതിൻ്റെ അത്രയും സോഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും സേഫായിട്ടുള്ളത് നമ്മൾ മേളിൽ നിന്ന് പത കോരി എടുത്തിട്ട് അടിയിൽ ഒരിച്ചിരി വെള്ളം കൂടുതലുണ്ടെങ്കിലും ആ വട്ടയപ്പം നന്നായിട്ട് തന്നെ കിട്ടും. ഇപ്പം നിങ്ങളെ കട്ട് ചെയ്ത ഈ വീഡിയോ ക്ലോസപ്പായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അത് എന്തുമാത്രം സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണെന്ന്. അപ്പം നിങ്ങൾ ഇതേ അളവുകളൊന്നും തെറ്റാതെ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വിവരം അറിയിച്ചാൽ ഒത്തിരി സന്തോഷമാവും. ഞാൻ ഇപ്പോൾ തയ്യാറാക്കിയ ഈ അപ്പത്തിൻ്റെ റെസിപ്പി എന്നല്ല, ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോന്നും ഏറ്റവും കൃത്യമായ അളവുകളിൽ ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഈ അപ്പത്തിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, എൻ്റെ ഈ ചാനൽ പരിചയപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ പോയി മറ്റുള്ള റെസിപ്പികളും ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പം നമുക്ക് കൂടുതൽ നല്ല വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്